ഹലോ സ്റ്റുഡൻസ്, നമുക്കിന്ന് 9th സ്റ്റാൻഡേർഡ് മാത്തമാറ്റിക്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററായ പേസ് ഓഫ് ഇക്വേഷൻ എന്ന ചാപ്റ്ററാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ അതിലെ 5 ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ വീഡിയോസിലെല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട്. നമ്മൾ 6ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വന്നിരിക്കുവാണ്. ഇനി 2 ക്വസ്റ്റ്യൻ കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ആക്ടിവിറ്റി നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. അങ്ങനെ നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റിയിലേക്ക് പോകാം. സോ നമുക്ക് 6th ക്വസ്റ്റ്യൻ ചെയ്യാം. നിങ്ങൾ ബുക്ക് എടുത്തുകൊണ്ട് എൻ്റെ അടുത്ത് ചെയ്യാം. ഇതൊരു ഫ്രാക്ഷണൽ ക്വസ്റ്റ്യൻ ആണ്. അപ്പം നമുക്ക് ക്വസ്റ്റ്യൻ വായിക്കാം. എന്തുവാ? എ ഫ്രാക്ഷൻ സിംപ്ലിഫൈഡ് ആഫ്റ്റർ ആഡിങ് 1 to its numerator become 1/3 if instead 1 is added to the denominator and then simplified it becomes 1/4. What is the fraction? ക്വസ്റ്റ്യൻ അതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രാക്ഷൻ സിംപ്ലിഫിക്കേഷൻ നമുക്കറിയാമല്ലോ, സിമ്പിളസ്റ്റ് ഫോം ആക്കാനൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഫ്രാക്ഷൻ ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ 2/4 എടുക്കുകയാണെങ്കിൽ ഞാൻ മേളിലും താഴെയും സെയിം നമ്പർ വെച്ച് ഡിവൈഡ് ചെയ്യുകയോ അല്ലെങ്കിൽ കട്ട് ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? എനിക്ക് 1/2 എന്ന് കിട്ടും അല്ലേ. സോ ഇതിനെയാണ് സിംപ്ലിഫിക്കേഷൻ എന്ന് പറയുന്നത്. നമുക്ക് 2 വെച്ച് കട്ട് ചെയ്യാം. സോ അതിലേക്ക് 1/2 എന്ന് കിട്ടും അല്ലേ. അപ്പം നമ്മൾ ഇങ്ങനെ ചെയ്യാൻ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പറയുന്ന ഇതാണ്, ഏതോ ഒരു ഫ്രാക്ഷൻ ആ ഫ്രാക്ഷൻ്റെ മേളിലേക്ക് നമ്മൾ 1 ആഡ് ചെയ്തപ്പോഴത്തേക്കും നമുക്ക് എന്ത് കിട്ടും? അതിൻ്റെ ആൻസർ 1/3 കിട്ടും. ലൈക്ക് ഇത് കിട്ടത്തില്ല, ഞാൻ എക്സാമ്പിൾ കാണിച്ചു തന്നെയാണ്. അതുപോലെ തന്നെ ഫ്രാക്ഷൻ്റെ ഡിനോമിനേറ്ററിലാണ് 1 ആഡ് ചെയ്യുമെങ്കിൽ നമുക്ക് കിട്ടുന്നത് 1/4 ആയിരിക്കും. ഓക്കെ, ഇങ്ങനത്തെ ഒരു കണ്ടീഷൻ വരണം. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഫ്രാക്ഷൻ ഏതാണെന്ന് അറിയത്തില്ല അല്ലേ. ഫ്രാക്ഷൻ 1/2 ആണ് ഞാൻ ഇപ്പോൾ എടുത്തത്, പക്ഷേ നമുക്ക് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യത്തില്ല. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഫ്രാക്ഷൻ എന്ത് വേണമെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. സോ എനിക്ക് ഫ്രാക്ഷൻ അറിയാത്തതുകൊണ്ട് ഞാൻ ഫ്രാക്ഷനെ എന്തായിട്ട് എടുക്കാൻ പോവാം? എക്സും വൈ ഒക്കെ ആയിട്ട് എടുക്കാൻ പോവാം. അപ്പം ഞാനിങ്ങനെ എഴുതുവാണ്. ഫസ്റ്റ് ഇതിൻ്റെ ആൻസറായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം. ലെറ്റ് ദ ഫ്രാക്ഷൻ ബി x/y. എക്സും വൈയും ഞാൻ എടുത്തു. നമുക്ക് പെട്ടെന്ന് സോൾവ് ചെയ്യാനാ. അപ്പോൾ മേളിൽ എക്സും അടിയിൽ വൈ, ഫ്രാക്ഷൻ്റെ 2 നമ്പേഴ്സ് അല്ലേ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത് വെച്ചിട്ട് നമുക്ക് നോക്കാം. ഞാനിപ്പം ഇങ്ങനെ എഴുതുവാണ്. അക്കോർഡിംഗ് ടു ദ ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത് വെച്ചിട്ട് ഇവിടെ ഫസ്റ്റ് പറഞ്ഞേക്കുന്നത് എന്തുവാ? 1 ന്യൂമറേറ്ററിൽ ആഡ് ചെയ്യണം. ന്യൂമറേറ്റർ എന്ന് വെച്ചാൽ എന്തുവാ? മേളിൽ അല്ലേ, ന്യൂമറേറ്റർ. സോ ഡിനോമിനേറ്റർ എന്ന് വെച്ചാൽ താഴെ. അപ്പം ന്യൂമറേറ്ററിൽ ആഡ് ചെയ്യുമ്പോഴത്തേക്കും എക്സിൻ്റെ കൂട്ടത്തിലാണ് 1 ആഡ് ചെയ്യുന്നതെങ്കിൽ എന്ത് പറ്റും? എൻ്റെ ആൻസർ എനിക്ക് 1/3 എന്ന് കിട്ടും. ഓക്കെ, അതാണ് ഫസ്റ്റ് കണ്ടീഷൻ. അപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ അങ്ങ് സോൾവ് ചെയ്യാൻ പോവുക. ഇതിനെ സോൾവ് ചെയ്ത് നമുക്കിപ്പോൾ ഫ്രാക്ഷൻ അല്ല, നോർമൽ നമ്പേഴ്സിലേക്ക് ഒരു ഇക്വേഷനിലേക്ക് നമുക്ക് വരുത്താം. അതിനുവേണ്ടി ഞാൻ ചെയ്യുന്നത് ഈ 3 ഇങ്ങോട്ടും ഈ വൈനെ ഇപ്പുറത്തേക്കും കൊടുക്കുവാണ്. ഓക്കെ, സോ ഇവിടെ 3 ഇവിടെ ഡിവൈഡ് ആയിരുന്നു, ഇപ്പുറത്ത് പോകുമ്പോൾ എന്താവും? ഇൻറ്റു ആയിട്ട് മാറും. അപ്പോൾ ഞാൻ ഇങ്ങനെ എഴുതുവാണ്. ഞാൻ ഈ താഴത്തോട്ട് തന്നെ എഴുതുവാണ് കേട്ടോ. എന്ന് വെച്ചാൽ 3 ഇൻറ്റു ആകും x+1 അവിടെ. x+1 മൊത്തത്തിന് ഇൻറ്റു വേണം 3 വെച്ച്. അതുപോലെ തന്നെ ദാറ്റ് ഈസ് ഈക്വൽ ടു 1 അവിടെ ഉണ്ടായിരുന്നു, 1 ഇൻറ്റു y ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ രണ്ടും ഈ ഡിനോമിനേറ്റർ കിടക്കുന്ന എല്ലാം മേളിലോട്ട് കൊണ്ടുപോയിട്ട് അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും വിട്ട് നമ്മൾ ഇൻറ്റു ആക്കുവാണ്. ഓക്കെ, അപ്പം നമുക്ക് എന്ത് കിട്ടും? ഈ 3നെ നമുക്ക് അകത്തോട്ട് കൊടുക്കാമല്ലോ. ഇതിന് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി എന്ന് പറയും. ബ്രാക്കറ്റിലുള്ള ആൾക്കാർക്കെല്ലാം നമ്മളിങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ 3യെ നമുക്ക് എക്സിന് കൊടുക്കാൻ നേരത്ത് 3x ആകും. പ്ലസ് 3 × 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻറ്റു വെച്ചാൽ കേട്ടോ. 3 × 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 3 തന്നെ കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 × y എന്ന് വെച്ച് കഴിഞ്ഞാൽ y തന്നെ കിട്ടും. അപ്പോൾ നമുക്ക് ഇക്വേഷൻ കിട്ടി. ഫസ്റ്റ് ഇക്വേഷൻ കിട്ടി. എന്തുവാണ്? 3x + 3 എന്ന് പറയുന്നത് y ആണെന്ന് കിട്ടി. ഇനി നമുക്ക് ക്വസ്റ്റനിൽ പറഞ്ഞേക്കെന്ന് വെച്ചിട്ട് ഇഫ് ഇൻസ്റ്റഡ് അല്ലെ, വേറൊരു കണ്ടീഷനും കൂടെ പറയുന്നുണ്ട്. എന്തുവാ? ഇഫ് ഇൻസ്റ്റഡ് ഇതിന് പകരം ഞാൻ ന്യൂമറേറ്ററിലായിരുന്നു ഇപ്പോൾ 1 ആഡ് ചെയ്ത്, ഡിനോമിനേറ്ററിൽ ആഡ് ചെയ്യുവാണെങ്കിൽ അപ്പോൾ എക്സ് അങ്ങനെ തന്നെ നിൽക്കും. ഡിനോമിനേറ്ററിൽ നമുക്ക് 1 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇക്വേഷൻ എന്ത് കിട്ടും? 1/4 കിട്ടും എന്നല്ലേ പറഞ്ഞേക്കുന്നത്. 1/4 കിട്ടും. ഇതാണ് നമ്മുടെ സെക്കൻഡ് കണ്ടീഷൻ. അപ്പോൾ ഇത് വെച്ചിട്ടും ഞാൻ നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ 4 ഇങ്ങോട്ടും ഇത് ഇങ്ങോട്ടും കൊടുക്കുവാണെങ്കിൽ 4 ഇങ്ങോട്ട് വരാൻ എന്താവും? x × 4 ആകും. എന്ന് വെച്ചാൽ 4x. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ഇൻറ്റു ഇവിടെ എന്തൊക്കെ ഉണ്ടായിരുന്നത്? y+1. അപ്പോൾ x × 4 ചെയ്ത് കഴിഞ്ഞാൽ 4x കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് y+1 തന്നെ കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ഇക്വേഷനും കിട്ടി, ഇക്വേഷൻ നമ്പർ 2. ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന ഇതാണ്. നോക്കിയേ, ഇവിടെ നന്നായിട്ട് നോക്കിയാൽ മനസ്സിലാവും. എന്ത് മനസ്സിലാവും? ഈ y കണ്ടോ? y ഈസ് ഈക്വൽ ടു ഈ നമ്പർ. അപ്പോൾ വൈയുടെ വാല്യൂ നമ്മൾ ഇക്വേഷൻ 1ൽ തന്നെ കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്കിങ്ങനെ ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ടിങ് അല്ലെങ്കിൽ നമുക്ക് വൈയുടെ വാല്യൂ ഞാനിങ്ങനെ തന്നെ എഴുതുവാണ്. സബ്സ്റ്റിറ്റ്യൂട്ടിങ് 1 ഇൻ ഇക്വേഷൻ നമ്പർ 2. ഓക്കെ, നമുക്കിങ്ങനെ ഷോർട്ട് ഫോമായിട്ട് എഴുതാം. സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് എന്ന് എഴുതുക. സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് 1 ഇൻ ഇക്വേഷൻ 2. ഓക്കെ, ഈ 1 ഇട്ടിട്ട് റൗണ്ട് ഇടുവാണെങ്കിൽ അതിൻ്റെ
അർത്ഥം ഇക്വേഷൻ എന്നാണ്. ഓക്കെ, സോ ലൈക്ക് സബ്സ്റ്റിറ്റ്യൂട്ടിങ് 1 ഇക്വേഷൻ നമ്പർ 2. ഓക്കെ, സോ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. സോ ഇക്വേഷൻ നമ്പർ 2 എടുത്തിട്ട് 2 എന്തുവായിരുന്നു, 4x ഇസ് ഈക്വൽ ടു വൈക്ക് പകരം എനിക്ക് ഈ വൈയുടെ ആൻസർ ഇട്ട് കൊടുക്കുക. എന്തുവാ, 3x + 3. ഓക്കെ, എൻ്റെ കൂട്ടത്തിലൊരു 1 കൂടെ ഉണ്ട്, +1. എന്നിട്ട് നമുക്കിത് സോൾവ് ചെയ്യാം. 1 ഇത് രണ്ടും കൂടെ പ്ലസ് ചെയ്യാം. അപ്പോൾ നമുക്ക് എത്ര കിട്ടും, 4x = 3x + 4. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു ഇങ്ങനെ രണ്ട് സ്ഥലത്ത് എക്സ് ഉണ്ടെങ്കിൽ നമ്മൾ എക്സിനെ എല്ലാത്തിനും കൂടി ഒരു സ്ഥലത്തോട്ട് കൊണ്ടുവരിക. അപ്പോൾ ഞാൻ ഈ 3 ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പോൾ എന്തായിട്ട് മാറും, സൈഡിലോട്ട് എഴുതുവാണ് 4x. ഇതിന് ഇപ്പുറത്ത് വരാൻ നേരത്ത് -3x = 4 എന്ന് വരും. 4 അവിടെ ഒറ്റയ്ക്കായി. ഇനി നമുക്കിത് മൈനസ് ചെയ്യാം. നമുക്ക് എത്ര കിട്ടും, എക്സ് എന്ന് മാത്രം കിട്ടും. സോ x = 4 എന്ന് കിട്ടി. എക്സിൻ്റെ വാല്യൂ 4 കിട്ടി. സോ ഇനി സിമ്പിളായില്ലേ, എക്സിൻ്റെ വാല്യൂ 4 കിട്ടി. വൈയുടെ വാല്യൂ നമുക്ക് ഇക്വേഷൻ 1ലേക്ക് അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം അല്ലേ. ഇത് ഇവിടേക്ക് ഇക്വേഷൻ 1 എടുക്കാം. അപ്പോൾ നമുക്കിങ്ങനെ എഴുതാം, സബ്സ്റ്റിറ്റ്യൂട്ടിങ് എക്സ് ഇൻ ഇക്വേഷൻ 1 അല്ലേടാ, ഇക്വേഷൻ 1, ഇക്വേഷൻ 1. അപ്പോൾ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പം നമുക്ക് 3 × 4 അല്ലേ, എക്സിൻ്റെ വാല്യൂ 4. അപ്പം നമ്മൾ ഈ ഇക്വേഷൻ അങ്ങ് എടുക്കുവാണ്. 3x + 3ക്ക് പകരം 3 × എക്സിന് പകരം 4 ഇട്ട് കൊടുത്തു. എക്സിൻ്റെ വാല്യൂ 4 അല്ലേ കിട്ടിയത്, x 4 ഇട്ട് കൊടുത്തു. +3 = y. അപ്പോൾ നമുക്ക് ഇൻറ്റു ചെയ്യാം. സോ 12 + 3 = y. എത്രയാണ് കിട്ടുന്നത്, 15 = y എന്ന് കിട്ടി. വൈയുടെ വാല്യൂ നമുക്ക് 15 കിട്ടി, എക്സിൻ്റെ വാല്യൂ 4 കിട്ടി. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ. അപ്പോൾ നമുക്ക് എക്സും വൈ ഒക്കെ കിട്ടി. ഇനി ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നത് എന്തുവാ, വാട്ട് ഈസ് എ ഫ്രാക്ഷൻ എന്നാണ് ചോദിച്ചിരുന്നത് അല്ലേ. നമുക്ക് ആക്ച്വലി ഫ്രാക്ഷൻ്റെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും നമുക്ക് കിട്ടി. എന്തുവായിരുന്നു, ന്യൂമറേറ്റർ എക്സ് ആയിരുന്നു, ഡിനോമിനേറ്റർ വൈ ആയിരുന്നു. ഡിനോമിനേറ്റർ എത്രയാണ്, 15 കിട്ടി. അപ്പോൾ നമുക്കിങ്ങനെ എഴുതാമല്ലോ, therefore the fraction is equal to, ഞാൻ അങ്ങനെയാണെങ്കിൽ മേലോട്ട് എഴുതുവാണ്, therefore the fraction is equal to എക്സ് എന്തുവായിരുന്നു, 4. സോ 4/15 ആണ് ഫ്രാക്ഷൻ. ഓക്കെ, അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എന്ന് വെച്ചാൽ 4/15 കൂടെ 4ൻ്റെ കൂടെ 1 പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും, 5/15. 5/15 സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് 1/3 കിട്ടും. ഓക്കെ, ഇത് കട്ട് ചെയ്താൽ മതി, 5 വെച്ച്. അപ്പോൾ 1/3 കിട്ടും. അതുപോലെ തന്നെ നമ്മൾ ഡിനോമിനേറ്റർ എടുക്കുകയെന്ന് വെച്ചോ, 4/15 + 1. അപ്പോൾ നമുക്ക് എത്ര കിട്ടും, 4/16 കിട്ടും. അങ്ങനെ ചെയ്യുവാണെങ്കിൽ ഇത് 4 വെച്ച് കട്ട് ചെയ്യാം. 4 വെച്ച് കട്ട് കഴിഞ്ഞാൽ നമുക്ക് 1/4 കിട്ടും. ഓക്കെ, നമ്മൾ പറഞ്ഞ കണ്ടീഷൻസ് എല്ലാം സെറ്റാണ്. സോ ഇത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ 6th ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതിലൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ, ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് 7th ക്വസ്റ്റ്യൻ നോക്കാം. 7th 8th ക്വസ്റ്റ്യൻ കാണാനായിട്ട് കുറച്ച് ബിഗാണ്, പക്ഷേ സാധനമൊക്കെ കുറച്ചേ ഉള്ളൂ. ഓക്കെ, നമുക്ക് പെട്ടെന്ന് നോക്കാം. അങ്ങനെ നമുക്ക് ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നെക്സ്റ്റ് വീഡിയോ കാണാം. താങ്ക് യു.